ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് സെക്ഷൻ്റെ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ 290ാമത്തെ ഭാഗമാണ്. ഹൈഡ്രോസ്കെൽട്ടൻ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഓർഗാനിസംസ് ലൈക്ക് ജെല്ലി ഫിഷ്, എർത്ത് വോം എക്സെട്ര. അതായത് ഈ വാട്ട് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ജെല്ലി ഫിഷ് ഓർ എർത്ത് വോം എന്ന് നമ്മളോട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഉത്തരം എഴുതുക. ഹൈഡ്രോസ്കെൽട്ടൻ, അതായത് ഹൈഡ്രോസ്കെൽട്ടനാണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഓർഗാനിസം. അതായത് ഹൈഡ്രോസ്കെൽട്ടനാണ് ഈ ഓർഗാനിസം ജന്തുക്കൾ, ഈ ജീവജാലങ്ങൾ ഏതെല്ലാം ജെല്ലി ഫിഷ്, എർത്ത് വോം തുടങ്ങിയവയെ ചലനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി 291ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വെർട്ടിബ്രേറ്റ് ഓർഗാനിസംസ് ആർ വിത്ത് എൻഡോസ്കെൽട്ടൻ. അതായത് വെർട്ടിബ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നട്ടെല്ലുള്ള ജീവജാലങ്ങൾ ആർ വിത്ത് എൻഡോസ്കെൽട്ടൻ. ആന്തരിക അസ്ഥികൾ കൊണ്ടാണ് നട്ടെല്ലുള്ള ജീവജാലങ്ങളെ കാണപ്പെടുന്നത്. അതായത് നട്ടെല്ലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആന്തരിക അസ്ഥിയാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓർഗാനിസം ഹാസ് എൻഡോസ്കെൽട്ടൻ എന്ന് വെച്ചാൽ ഏത് ജീവജാലത്തിനാണ് ആന്തരിക അസ്ഥി ഉള്ളതെന്ന് ചോദിച്ചാൽ വെർട്ടിബ്രേറ്റ് ഓർഗാനിസം എന്നാണ് നമ്മൾ അതിന് ഉത്തരം എഴുതേണ്ടത്. അതായത് നട്ടെല്ലുള്ള ജീവജാലങ്ങൾ. ഇനി 293ാമത്തെ ചോദ്യം. എൻഡോസ്കെൽട്ടൻ പ്രൊവൈഡ് മോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൂവ്മെൻറ്റ്സ് ടു ദ വെർട്ടിബ്രേറ്റ് ഓർഗാനിസംസ് ആൻഡ് ഓൾസോ സപ്പോർട്ടഡ് ദെയർ ലാർജ് ബോഡീസ്. അപ്പോൾ ഈ എൻഡോസ്കെൽട്ടൻ്റെ ആന്തരിക അസ്ഥിയുടെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എൻഡോസ്കെൽട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ആന്തരിക അസ്ഥിയുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എൻഡോസ്കെൽട്ടൻ, എന്താണ് ആന്തരിക അസ്ഥികൂടമുള്ള ജീവജാലങ്ങളുടെ ആന്തരിക അസ്ഥികൂടത്തിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ എഴുതാം. എൻഡോസ്കെൽട്ടൻ പ്രൊവൈഡ് മോർ ഫ്ലെക്സിബിലിറ്റി. എൻഡോസ്കെൽട്ടൻ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ ഫ്ലെക്സിബിലിറ്റി, അതായത് വഴക്കം നൽകുന്നു. ആൻഡ് മൂവ്മെൻറ്റ്സ് ടു വെർട്ടിബ്രേറ്റ്, അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ് ചലനങ്ങളും കൊടുക്കുന്നു. എന്തിനു വേണ്ടി? വെർട്ടിബ്രേറ്റ് ഓർഗാനിസംസ്. ആൻഡ് ഓൾസോ സപ്പോർട്ടഡ് ദെയർ ലാർജ് ബോഡീസ്, അവയുടെ ശരീരത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെർട്ടിബ്രേറ്റ് ഉള്ള ഈ എൻഡോസ്കെൽട്ടൻ്റെ പരിപാടി എന്താണ്? പ്രൊവൈഡ് മോർ ഫ്ലെക്സിബിലിറ്റി, അവ കൂടുതൽ വഴക്കം നൽകുന്നു. മൂവ്മെൻറ്റ്സ് ടു ദ വെർട്ടിബ്രേറ്റ്, അത് ചലനം നൽകുന്നു. അതുപോലെ തന്നെ സപ്പോർട്ട് ദെയർ ലാർജർ ബോഡീസ്, അവയുടെ ആ വലിയ ശരീരത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി 294ാമത്തെ ചോദ്യമാണ്. ബൈപാഡൽ വാക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ. അതായത് 2 കാലിലുള്ള നടത്തം എന്താണ്? മനുഷ്യൻ്റെ എവല്യൂഷൻ, അതായത് മനുഷ്യൻ്റെ എവല്യൂഷനിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബൈപെഡൽ വാക്കിംഗ്. അതായത് മനുഷ്യൻ ഇവോൾവ് ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ബൈപെഡൽ വാക്കിംഗ് ആണ്. വാട്ട് ഈസ് ദ മോർ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ എന്ന് വെച്ചാൽ, അതായത് മനുഷ്യൻ്റെ പരിണാമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഫേസ് ഏതായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഘട്ടം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ബൈപെഡൽ വാക്കിംഗ്, അതായത് 2 കാലിലുള്ള നടത്തം. ഓക്കെ. ഇനി 295ാമത്തെ ചോദ്യം. എൻഡോസ്കെൽട്ടൻ സിസ്റ്റം ആൻഡ് ബൈപെഡൽ വാക്കിംഗ് ഹെൽപ്പ് ഹ്യൂമൻ ബീയിങ്സ് to travel long distance and suitable habitats, thus help in expansion of human race. അതായത് എൻഡോസ്കെൽട്ടൻ സിസ്റ്റം ആൻഡ് ബൈപെഡൽ വാക്കിംഗ്, ഈ ആന്തരികമായിട്ടുള്ള അസ്ഥിയും ഉള്ളതും അതുപോലെ തന്നെ ബൈപെഡൽ വാക്കിംഗ് 2 കാലിലുള്ള നടത്തവും ഹെൽപ്ഡ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യ കുലത്തിനെ സഹായിച്ചു. ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്, അതായത് ദീർഘദൂരം സഞ്ചരിക്കുവാനായിട്ട്. ആൻഡ് ഫൈൻഡ് സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ്, അതുപോലെ തന്നെ അനുയോജ്യമായ ജീവിത സാഹചര്യമുള്ള സ്ഥലവും കണ്ടെത്തുവാൻ സഹായിച്ചു. ദസ് ഹെൽപ്പിംഗ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ഹ്യൂമൻ റൈസ്, അത് മനുഷ്യവംശത്തിൻ്റെ സ്പ്രെഡിന്, വികാസത്തിനും അതുപോലെ തന്നെ ഭൂമി മുഴുവനും സ്പ്രെഡായി തീരുന്നതിനും വ്യാപനത്തിനും എന്ത് ചെയ്തു? സഹായിച്ചു. മനുഷ്യവർഗത്തിൻ്റെ വ്യാപനത്തിനും സഹായിച്ചു. സോ വാട്ട് ആർ ദ തിങ്സ് ഹെൽപ്ഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ഹ്യൂമൻ റേസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക എൻഡോസ്കെൽട്ടൻ സിസ്റ്റം ആൻഡ് ബൈപെഡൽ വാക്കിംഗ്. ഓക്കെ. ഇവ രണ്ടുമാണ് മനുഷ്യവംശത്തിൻ്റെ എക്സ്പാൻഷന്, വ്യാപനത്തിന്, ഭൂമി മുഴുവനുള്ള വ്യാപനത്തിന് ഏറ്റവും കൂടുതലായിട്ട് സഹായിച്ചത്. ഇനി നമ്മൾ ലൈഫ് സ്റ്റോറി ഓഫ് ഫ്രം ബോൺസ് എന്ന് പറയുന്ന ഭാഗമാണ്, 107ാമത്തെ ഭാഗമാണ്. അതിൻ്റെ അകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്കാണ് പോകുന്നത്. ദ സയൻറ്റിഫിക് കൺസെപ്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് ദ diversity of life that evolved on earth over millions of years is called evolution of life.
അപ്പം നമ്മളോട് ഇവിടെ ചോദിക്കുവാണ്, ഒരു ചോദ്യം ചോദിക്കുവാണ്, വാട്ട് യു മീൻ ബൈ അല്ലെങ്കിൽ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ എവല്യൂഷൻ ഓഫ് ലൈഫ്, അതായത് ഈ ജീവൻ്റെ പരിണാമം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് മനസ്സിലായത്? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതുക. ദ സയൻറ്റിഫിക് കൺസെപ്റ്റ്, അതായത് ശാസ്ത്രീയമായ കൺസെപ്റ്റ്, ദാറ്റ് പ്രൊവൈഡ് എ കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ, അതെന്ത് ചെയ്യുന്നു? ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, അതായത് വളരെ ശാസ്ത്രീയമായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ കോംപ്രഹെൻസീവ്, അതായത് വളരെ ലളിതമായിട്ടും സമഗ്രവുമായിട്ടുള്ള എന്താണ് ഒരു അറിവ് നൽകുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നാം എവിടെ നിന്ന് രൂപപ്പെട്ടു, എങ്ങനെ രൂപപ്പെട്ടു എന്നിവയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള എന്നാൽ നല്ല ഒരു വിശദീകരണവുമായിട്ട് കിട്ടുന്നത് എന്താണ്? ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്, വ്യത്യസ്തമായ ജീവജാലങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സമഗ്രമായ അറിവ് ഈ നൽകുന്ന ശാസ്ത്രശാഖയ്ക്ക് നമുക്ക് എന്ത് പറയാം? എവല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് പറയാം. അപ്പം നമ്മൾ ഒന്നുകൂടെ പറയുകയാണ് 296, ദ സയൻറ്റിഫിക് കൺസെപ്റ്റ്, അതായത് ശാസ്ത്രപരമായിട്ടുള്ള ആ കൺസെപ്റ്റ് എന്താണ്? പ്രൊവൈഡ് എ കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ, ഒരു സമഗ്രമായ വിശദീകരണം നൽകുന്നു. ഇതിനെക്കുറിച്ച് ദ ഫോർമേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ജീവൻ്റെ ഫോർമേഷൻ, രൂപീകരണത്തെക്കുറിച്ച് നൽകുന്നു. ദാറ്റ് ഇവോൾവ്ഡ് ഓൺ എർത്ത്, അത് ഭൂമിയിൽ രൂപപ്പെട്ടതിനെക്കുറിച്ച് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജീവൻ്റെ പരിണാമം സംഭവിച്ചതിനെക്കുറിച്ച് സമഗ്രമായി നൽകുന്ന ഒരു വിശദീകരണം നൽകുന്ന ശാസ്ത്രത്തെ നമ്മൾ എന്ത് പറയുന്നു? എവല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ജീവൻ്റെ പരിണാമം എന്ന് പറയുന്നു. ഓക്കെ, ഇനി 297ാമത്തെ ചോദ്യം. ദ ഏരിയാസ് ഓഫ് സ്റ്റഡി ഗീവ്സ് ദ പിക്ചർ ഓഫ് എവല്യൂഷൻ ഓഫ് ലൈഫ് എവിഡൻസ് ഫ്രം വേരിയസ് ഫേസ് ആർ, അതായത് ഏരിയാസ് ഓഫ് സ്റ്റഡി, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഏരിയാസ്, മേഖലകൾ. ഓക്കെ, സ്റ്റഡി ഗീവ്സ് ദ പിക്ചർ ഓഫ് എവല്യൂഷൻ, അതായത് വ്യത്യസ്ത മേഖലകളിലുള്ള സ്റ്റഡി, പഠനം നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള എവല്യൂഷൻ, അതായത് പരിണാമത്തിന്, എന്തിൻ്റെ പരിണാമം? ഓഫ് ലൈഫ്, ജീവൻ്റെ പരിണാമത്തെക്കുറിച്ചും എവിഡൻസ് ഫ്രം വേരിയസ് ഫേസ് ആർ, അതായത് ജീവൻ്റെ പരിണാമത്തെക്കുറിച്ച് വേരിയസ് ഫേസ്, അതായത് വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചും ആർ ജനറ്റിക്, എംബ്രിയോളജി ആൻഡ് പാലിയന്റോളജി ഓർ സ്റ്റഡി ഓഫ് ഫോസിൽസ്, അതായത് നമ്മൾ മനസ്സിലാക്കുക എന്തെല്ലാമാണ് വ്യത്യസ്ത തലത്തിലുള്ള ജീവൻ്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖകൾ. ജനറ്റിക്സ്, എംബ്രിയോളജി, പാലിയന്റോളജി, അത് പാലിയന്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ദ ഫോസിൽസ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. ജനറ്റിക്സ് എന്താണെന്നെല്ലാം പ്രീവിയസ് വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എംബ്രിയോളജി എന്താണെന്നും ഉള്ളതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റഡി ഓഫ് ദ ഫോസിൽസ്. അപ്പോൾ വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് സ്റ്റഡി ഗീവ്സ് ദ പിക്ചർ ഓഫ് എവല്യൂഷൻ, ഏതെല്ലാം ഏരിയയിലുള്ള പഠനങ്ങളാണ് എവല്യൂഷനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളോട് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക. 297, വിച്ച് ആർ ദ ഏരിയാസ് ഓഫ് സ്റ്റഡി ഗീവ്സ് എ ക്ലിയർ എവിഡൻസ് അബൌട്ട് എവല്യൂഷൻ എന്നാണ് ഒരു ചോദ്യമെങ്കിൽ എഴുതുക. ദ ഏരിയാസ് ഓഫ് സ്റ്റഡി ഗീവ്സ് പിക്ചർ ഓഫ് എവല്യൂഷൻ ഓഫ് എവിഡൻസ് ഫ്രം വേരിയസ് ഫേസസ് ആർ, അതായത് എവല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ പരിണാമത്തെക്കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള അറിവുകൾ നമുക്ക് നൽകുന്നത് ഏതിൻ്റെ അകത്തു നിന്നെല്ലാമാണ്? ജനറ്റിക്സിൻ്റെ സ്റ്റഡിയിലൂടെ, എംബ്രിയോളജിയുടെ സ്റ്റഡിയിലൂടെ, അതുപോലെ തന്നെ പാലിയന്റോളജിയുടെ സ്റ്റഡിയിലൂടെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടി ചോദിക്കാം, വാട്ട് ഡു യു മീൻ ബൈ പാലിയന്റോളജി എന്ന് ചോദിച്ചറിയുക. പാലിയന്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽസ് എന്നും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 298ാമത്തെ ചോദ്യം. പാലിയന്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഓൺ എർത്ത് ആസ് ബേസ്ഡ് ഓൺ ഫോസിൽസ്. അപ്പോൾ എന്താണ് പാലിയന്റോളജി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി വിശദമായിട്ട് എഴുതുകയാണെങ്കിൽ 298 നമുക്ക് എഴുതാം. വാട്ട് ഈസ് പാലിയന്റോളജി? പാലിയന്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഓൺ എർത്ത് ആസ് ബേസ്ഡ് ഓൺ ഫോസിൽസ്, അതായത് ഫോസിലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ജീവൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് പാലിയന്റോളജി എന്ന് പറയുന്നത്. ഇനി 299ാമത്തെ ചോദ്യമാണ്. The study of fossils shed light to the past. How do the study of fossil helps us?
അല്ലെങ്കിൽ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ സ്റ്റഡിയിങ് ഫോസിൽസ് എന്ന് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ദ സ്റ്റഡി ഓഫ് ഫോസിൽസ് ഷെഡ് ലൈറ്റ് ടു ദ പാസ്റ്റ്, അതായത് കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് എന്ത് നൽകുന്നു? ഫോസിലിനെ കുറിച്ചുള്ള പഠനം നൽകുന്നു. ഇനി 300ാമത്തെ ചോദ്യം ദ സ്റ്റഡി ഓഫ് ഫോസിൽസ് റേഞ്ചിങ് ഫ്രം ദ സിമ്പിൾ സ്ട്രക്ചേർഡ് ബാക്ടീരിയ ടു ദ കോംപ്ലക്സ് സ്ട്രക്ചേർഡ് ഓർഗാനിസം. സോ നമുക്ക് ചോദിക്കാം വിച്ച് ആർ ദ ഏരിയാസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽസ് ഈസ് ഇൻവോൾവ്, അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയകളിൽ ഈ ഫോസിലിനെ കുറിച്ചുള്ള പഠനം ഇൻവോൾവ്ഡ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ദാറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് ഫോസിൽ ഈസ് റേഞ്ചിങ് ഫ്രം, അതായത് ഫോസിലിനെ കുറിച്ചുള്ള പഠനം എവിടെ നിന്നാണ്? സിമ്പിൾ, വളരെ ലളിതമായ സ്ട്രക്ചറുള്ള ഘടനയുള്ള ബാക്ടീരിയ മുതൽ കോംപ്ലക്സ് സ്ട്രക്ചറുള്ള ജീവജാലങ്ങൾ വരെ ഈ ഫോസിലിൻ്റെ സ്റ്റഡിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 301ാമത്തെ ചോദ്യം ദ സ്റ്റഡി ഓഫ് ഫോസിൽ ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ സയൻറ്റിഫിക്കലി ദ എവല്യൂഷണറി ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് all living organism based on observation, evidence and scientific analysis. ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഈ സ്റ്റഡി ഓഫ് ഫോസിൽസ് വാട്ട് ആർ ദ തിങ്സ് ഹെൽപ്സ്, അതായത് വാട്ട് ആർ ദ തിങ്സ് ഹെൽപ്സ് ടു സ്റ്റഡി ദ ഓഫ് ഫോസിൽസ്, അതായത് ഫോസിലിനെ ഈ പഠിക്കുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ദ സ്റ്റഡി ഓഫ് ഫോസിൽസ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ, അതായത് ഫോസിലിനെ കുറിച്ചുള്ള പഠനം നമുക്ക് വിവരിക്കുവാനായിട്ട് സാധിക്കുന്നു. എങ്ങനെ? ശാസ്ത്രീയമായി, സയൻറ്റിഫിക്കലി. ദ എവല്യൂഷണറി ഇന്റർ റിലേഷൻഷിപ്പ്, അതായത് പരിണാമത്തിൻ്റെ ആന്തരികമായിട്ടുള്ള പരസ്പരമുള്ള ബന്ധം ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം, എല്ലാ ജീവജാലങ്ങളും തമ്മിൽ പരിണാമത്തിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, അതായത് എന്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി? ഒബ്സർവേഷൻ, നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും, എവിഡൻസ്, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിലും, സയൻറ്റിഫിക് അനലസിസ്, അത് ശാസ്ത്രീയമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലും. അപ്പം 3 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെല്ലാമാണ്? നിരീക്ഷണത്തിൻ്റെയും തെളിവുകളുടെയും ശാസ്ത്രീയമായ വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും ഈ എവല്യൂഷനിലൂടെ അല്ലെങ്കിൽ പരിണാമത്തിലൂടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഫോസിലിൻ്റെ പഠനം നമ്മെ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നു. എനിക്ക് തോന്നുന്നു 301 നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതാണ്.